ചലച്ചിത്ര പ്രവർത്തക മാലാ പാർവതി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി മാലാ പാർവതി, ഒടുവിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനുള്ള ഒരു സാങ്കേതിക തടസ്സം നീങ്ങുകയാണ്. ഹൈക്കോടതി അക്കാര്യത്തിൽ വ്യക്തമായൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. പക്ഷേ ഒരാഴ്ച സമയം കൂടി അനുവദിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും ഈ റിപ്പോർട്ട് പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ആ പ്രതീക്ഷിക്കാം. പക്ഷെ ഇനിയും മേൽക്കോടതികളൊക്കെ ഉണ്ടല്ലോ. ഇനി ഇവര് ഹർജി കൊണ്ടുപോകില്ല എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ അത് വലിയ രീതിയിലുള്ള ഭൂകമ്പം ഉണ്ടാക്കുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെയാണ് പരക്കുന്നത്. ഒരു ഒന്നും ഉണ്ടാവില്ല. ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഒരു പഠന റിപ്പോർട്ടാണ്. അത് കമ്മീഷനല്ല, കമ്മിറ്റിയാണ്. അപ്പൊ ഇതൊരു പഠന റിപ്പോർട്ടാണ്. അത് ആൾക്കാരുടെ പേരെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അതൊരു എന്തൊക്കെയാണ് മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ചൂഷണം വരാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയിട്ട് അതിനുള്ള നിയമ നടപടികളോ അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനായിട്ട് എല്ലാ സംഘടനകളും, സിനിമാ സംഘടനകളും കൂടെ ചേർന്നിരുന്ന് ആലോചിച്ച് കുറച്ചുകൂടെ മെച്ചപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവുകയൊക്കെ ഉള്ളൂ. അല്ലാതെ ഭൂകമ്പവും വ്യക്തിപരമായ അതിശയമൊന്നും അതിനകത്തൊന്നും ഇല്ല. ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ ഈ കമ്മിറ്റി പഠിച്ചിട്ടില്ലേ? പഠിച്ച കമ്മിറ്റിയിൽ പുറത്തു വരുമല്ലോ. പഠിച്ച റിപ്പോർട്ടിലേ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. അവർക്ക് മനസ്സിലാക്കിയ കാര്യം പുറത്തു വരില്ലല്ലോ. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വളരെ മെച്ചപ്പെട്ട ഒരു തൊഴിൽ അന്തരീക്ഷം നമ്മുടെ സിനിമാ മേഖലയിൽ ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയുമോ? ഇല്ല, അങ്ങനെയില്ല. അത് ഇപ്പോ ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വെക്കാനേ പറ്റുള്ളൂ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ, കുറെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇതിന് ഒരുപാട് പരാധീനതകളുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. എല്ലാ സിനിമ പ്രൊഡക്ഷൻ ഹൗസസും ഒരുപോലെ അല്ല. അപ്പൊ ഇത് സാമ്പത്തികമായിട്ടൊക്കെ പല കാര്യങ്ങളും ഉണ്ട്. ഇത് നടക്കില്ല, ഞങ്ങൾക്ക് ഇത്രേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും അത്ര ആപ്ലിക്കേഷൻ ഇത് എത്രത്തോളം പ്രാവർത്തികമാകുന്നൊക്കെ കണ്ടു തന്നെ അറിയണം. ഇത് പ്രാക്ടിക്കൽ അല്ല പല കാര്യങ്ങളും. അപ്പം ചില കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഒരു ചോദിക്കാനും പറയാനും ആള് വരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കാത്തിരിക്കുന്നത്. ശ്രീമതി മാലാ പാർവതി, ഇതിൽ മൊഴി നൽകിയവരുടെ ആ വിവരങ്ങൾ ഒഴിവാക്കുന്നു. ഇതിൽ ആരെക്കുറിച്ചാണോ പരാമർശിക്കപ്പെടുന്നത് അത്തരം വ്യക്തികളുടെ പേരുകളെല്ലാം ഒഴിവാക്കുന്നു. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് പോലും വളരെയധികം തടസ്സങ്ങൾ നേരിടുകയാണ്. അതൊക്കെ വളരെ ആസൂത്രിതമായ ഒരു നീക്കമാണോ? അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത് പേരുകളൊന്നും ഇല്ല, എല്ലാവരുടെയും പേര് മാറ്റി. എന്നിട്ട് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പോലും ഇത് പൊതു താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഹർജി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അത് പിന്നെ തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസർ. അപ്പോ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ല. ഒരു മെയിൻ സ്ട്രീം രംഗത്ത് നിൽക്കുന്ന ആളല്ല അദ്ദേഹം. അത് കോടതിയും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ വ്യക്തിപരമായി ബാധിക്കുന്ന ഒരു റിപ്പോർട്ടല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമല്ല എന്നുകൂടി ജസ്റ്റിസ് VG അരുൺ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ സ്ത്രീകളുടെ വിഷയം സ്ത്രീകളുടെ വിഷയം ഒന്നും അങ്ങനെ പുറത്ത് ചർച്ച ചെയ്യപ്പെടാൻ സമൂഹത്തിന് ചീത്തയല്ലേ? സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യും. കുടുംബത്തിനകത്തെ പെണ്ണുങ്ങളുടെ കാര്യം പുറത്തറിയരുതെന്നൊക്കെ പറയുന്നത് പോലെ സമൂഹത്തിലെ സ്ത്രീകളുടെ പ്രശ്നമൊക്കെ അതൊക്കെ ആണുങ്ങളങ്ങ് പരിഹരിച്ചു തരും, നിങ്ങളതൊന്നും ചർച്ച ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം. പക്ഷെ കോടതി അത് അംഗീകരിച്ചില്ല. അതെ, പക്ഷേ വീണ്ടും ഒരു നിയമ വഴിക്കുള്ള ഒരു സാഹചര്യം ഇട്ടുകൊണ്ട് ഒരാഴ്ച അദ്ദേഹത്തിന് ഒരു സമയം കൊടുത്തിട്ടുമുണ്ട്. അതെ, നിങ്ങൾ പക്ഷെ നമ്മളോടൊക്കെ തന്നെയാണല്ലോ ചോദിക്കുന്നത്. അദ്ദേഹത്തിനോട് ചോദിച്ചായിരുന്നോ? ഇല്ല, അദ്ദേഹത്തെ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതല്ലേ നല്ലത്. അദ്ദേഹത്തിനോടല്ലേ ചോദിക്കണം. ഞങ്ങളെ തന്നെ പിന്നെയും നമ്മളൊക്കെ തന്നെ എത്ര പേര് ഒരേ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? എത്ര വർഷം കൊണ്ട് പറയുന്നു. നന്ദി അവരൊക്കെയാണ് മാലാ പാർവതി. എന്തായാലും വളരെ വ്യക്തമായ നിലപാടാണ് അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരട്ടെ. അത് ഏതെങ്കിലും തരത്തിലുള്ള ശുപാർശകളാണ് ഈ കമ്മിറ്റി നൽകുന്നത്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം.